നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ സച്ചേട്ടാ, അയ്യോ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് സച്ചേട്ടൻ തന്നെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കിയാ മതി. ഞാൻ അവളെ എടുക്കാൻ പോലും വരുന്നില്ല. സ്നേഹിക്കപ്പെങ്ങനുണ്ട്? സംഗതി ഇത്തിരി കൂടുതലാ. അവൾക്ക് നല്ല പെയിനുണ്ട്. പാവം, ഞാൻ അവളെ നോക്കാൻ ചെല്ലുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചതുമില്ല. തനിക്ക് പേടിയുണ്ടോ അസുഖം പകരുമെന്ന്? എനിക്കങ്ങനെ ഒരു പേടിയുമില്ല. അല്ലെങ്കിൽ തന്നെ അതൊരു രോഗമല്ലേ. രോഗിയെ നോക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് വരാം, വരാതിരിക്കാം. എന്നുവെച്ച് അവളെ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിനാണ് ഈ നാട്ടിൽ ഹോസ്പിറ്റലുകൾ ഉള്ളത്. രോഗം വന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലാതെ ഇതുപോലെ വീടിനകത്ത് ട്രീറ്റ്മെന്റ് നടത്തല്ല വേണ്ടത്. നമുക്കവളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിയാലോ? ഹോസ്പിറ്റലിലായാലും വീട്ടിലായാലും ട്രീറ്റ്മെന്റ് ഒക്കെ ഒന്ന് തന്നെയാ. ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. അരമണിക്കൂറിനകം മരുന്നുമായിട്ട് ഡോക്ടർ വരും. കൊള്ളാം, നീ കാണിച്ചത് വല്ലാത്ത ചതിയായി പോയി. ഈ വീടിനകത്ത് ഇനി മനസ്സമാധാനത്തോടെ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റും? മുറി അടച്ച് AC വിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാ മതി. ഉറങ്ങേണ്ടവർക്ക് സുഖമായിട്ട് ഉറങ്ങാം. പണ്ടത്തെ കാലമൊന്നും അല്ല ഇത്. ചിക്കൻ ബോക്സ് വന്നവരെല്ലാം ഇതുപോലെ വീട്ടിനകത്ത് ചികിത്സിക്കാണോ വേണ്ടത്? ആശുപത്രിയിലായാലും വീട്ടിലായാലും മരുന്ന് കഴിച്ച് വിശ്രമിക്കുക എന്ന് മാത്രമേ ഇതിന് ചെയ്യാനുള്ളൂ. പിന്നെ അവളെ അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി നടതള്ളാനൊന്നും പറ്റില്ല. അവള് നെല്ലിശ്ശേരിയിലെ കുട്ടിയാ. എന്താ നിങ്ങളെല്ലാവരും അത് മറന്നുപോയോ? അങ്ങനെ ആരും ഇല്ലാത്തവളാണോ സ്നേഹ? ഒരു കാര്യം ചെയ്യാം, അവന്തികേട്ടത്തിക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് അവളുടെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം. എന്നെ കൊണ്ടൊന്നും വയ്യ, എനിക്ക് ചിക്കൻ ബോക്സ് പേടിയാ. അത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അവളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒഴിവാക്കാൻ പറയുന്നത്. നിങ്ങൾക്കാർക്കും ഒരു പേടിയും വേണ്ട. സ്നേഹയ്ക്ക് സുഖമാവുന്നവരെ അവളെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തു തന്നാ മതി. ഞാനെന്തെങ്കിലും ചെയ്യണോ? വേണം സച്ചേട്ടാ, എനിക്ക് അത്യാവശ്യമായിട്ട് സച്ചേട്ടന്റെ സഹായം ആവശ്യമുണ്ട്. അതാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്ത് സഹായം? അതൊക്കെ പറയാം, വാ. അതെ, പേടിക്കുന്നവർക്ക് മാത്രമല്ല, ചിക്കൻ ബോക്സ് വന്നവരെ കുറ്റം പറയുന്നവർക്കും അസുഖം വരും. പോയി മുറി കയറി കഥ കടച്ചിരുന്നു. അതെ, ഒന്ന് നിന്നേ. അല്ല, എന്താ തന്റെ ഉദ്ദേശം? എങ്ങോട്ടേ പോന്നേ? അതൊക്കെ പറയാം. സച്ചേട്ടന് മരത്തിൽ കയറാൻ അറിയോ? മരം കയറാനോ? ആ, കുട്ടിക്കാലത്ത് കയറിയിട്ടുണ്ട്. അന്ന് അച്ഛൻ്റെ കയ്യിന്ന് നല്ല തല്ലും വാങ്ങിയിട്ടുണ്ട്. ആഹാ, അതെന്തായിരുന്നു കഥ? അതെ, ആ സ്റ്റോറി കുറച്ച് ഡാർക്കാ, പക്ഷേ ത്രില്ലിംഗ് ആണ്. അതുപോലൊരു എക്സ്പീരിയൻസ് എന്റെ ലൈഫിൽ പിന്നെ ഉണ്ടായിട്ടില്ല. എന്നാ പിന്നെ പറ, കേക്കട്ടെ. എനിക്കൊരു 12-13 വയസ്സുള്ളപ്പോഴാ ഞാനിന്ന് നല്ലതുപോലെ മരം കയറും. പ്രത്യേകിച്ച് മുറ്റത്തെ കിളിച്ചുണ്ട മാവില്. ഒരു ദിവസം നന്ദേട്ടനും സന്ദീപും കൂടെ എന്നെ നിർബന്ധിച്ച് മാവിൽ കയറ്റിച്ചു. മാവിൽ നിറയെ നല്ല മൂവാണ്ട മാങ്ങ വിളഞ്ഞങ്ങനെ നിൽക്കുക. ഒരു കൊമ്പില് 2-3 പഴുത്ത മാങ്ങ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നന്ദേട്ടനും സന്ദീപും ഒന്നും മാവി കയറിയില്ലേ? എവിടെ, രണ്ടും പേടിത്തൊണ്ടന്മാരല്ലേ. ഞാനല്ലേ അന്നും ഹീറോ. ഓ, ഹീറോ. എന്നാ പിന്നെ ഹീറോ പറയും. ആ, അങ്ങനെ ആ പഴുത്ത മാങ്ങ പറിക്കാൻ ഞാൻ ആ ചില്ലയിലെ അങ്ങേയറ്റത്തേക്ക് പോയി. ആ സമയത്താണത് സംഭവിച്ചത്. എന്ത്? അച്ഛൻ കാറിൽ പുറത്തു വന്നിറങ്ങി. അച്ഛനെ കണ്ടതും നന്ദേട്ടനും സന്ദീപും എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ഞാൻ മരത്തിൽ കയറുന്നത് അച്ഛനെ പണ്ടേ ഇഷ്ടമല്ല. അച്ഛനെ കണ്ട് പേടിച്ച് ആ മാവിൻ ചില്ലയെ ഓടിച്ചോണ്ട് ഞാൻ നേരെ താഴത്തേക്ക് പടക്കോന്നും പറഞ്ഞു വന്നു വീണതോ അച്ഛന്റെ മുമ്പിലേക്ക്. എന്നിട്ട് തല്ല് കിട്ടിയോ? കിട്ടിയോന്നോ? നല്ല ചൂരൽ വടിക്ക് ഒരു 2 എണ്ണം ചന്തിക്ക്. ഇപ്പോഴും അതിന്റെ പാടുണ്ട്. അതിൽ പിന്നെ ഇന്നേ വരെ ഞാൻ മരത്തിൽ കയറിയിട്ടില്ല. അത് നന്നായി. പക്ഷേ ഇന്ന് നമുക്കതൊന്ന് പരീക്ഷിച്ചു നോക്കാം. സംഗതി മറന്നുപോയെന്ന് അറിയണ്ടേ? എന്ത്? മരം കയറ്റം.
ആഹാ അത് ശരി. അപ്പൊ മരം കയറാനല്ലേ എന്നെ വിളിച്ചോണ്ട് വന്നേ? അതെ, അതിന് തന്നെയാ വിളിച്ചോണ്ട് വന്നത്. ഉം, പക്ഷേ മാവിൻ കൊമ്പിലല്ല, പിന്നെ ദാ, ആ വേപ്പ് മരത്തില്. അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല. ആ ജോലിക്കാരെങ്കിലും വിളിപ്പിക്കാം. അതിനൊക്കെ സമയം എടുക്കും സച്ചേട്ടാ. ഇത് ഇപ്പോഴത്തെ ആവശ്യത്തിനാ. അല്ല വേപ്പിലുകൊണ്ട് എന്ത് ചെയ്യാനാ? സ്നേഹയുടെ ബെഡിൽ വിരിച്ചിടാനും വെള്ളം തിളപ്പിക്കാനും കുളിപ്പിക്കാനും ഒക്കെ ഇത് വേണം. പെങ്ങൾക്ക് അസുഖം വന്നാ ആങ്ങളെ കൂടി അതിന്റെ ബുദ്ധിമുട്ട് അറിയണല്ലോ. മര്യാദയ്ക്ക് കയറി വേപ്പില കുറച്ച് പറിക്കും. അയ്യോ ഇതിനകത്തെ നിറച്ചുറുമ്പായിരിക്കും. സച്ചേട്ടാ, ഉടായ്പ് കാണിച്ച് രക്ഷപ്പെടാൻ നോക്കല്ലേ. വേഗം കയറി വേപ്പില പറിക്ക്. ഞാൻ തന്നെ കേറണോ? ഉം. അപ്പൊ കേറല്ലേ? എന്തായാലും ഈ ചതി ഞാൻ പ്രതീക്ഷയല്ല. സച്ചേട്ടാ അത് ഉറുമ്പ്. അയ്യോ എന്താ സച്ചേട്ടാ? അയ്യോ സച്ചേട്ടാ, അയ്യോ കണക്കായിപ്പോയി. ഓ എന്തൊരു പ്രേമം. മിക്കവാറും സച്ചിക്കും ചിക്കൻ ബോക്സ് പിടിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.